ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. നാളെ നമ്മുടെ സോഷ്യൽ സ്റ്റഡീസ് എക്സാം ആണല്ലേ. അപ്പം എല്ലാവരും പഠിച്ചു കഴിഞ്ഞവരുണ്ടാവും, പഠനം പകുതിക്ക് വെച്ചവരുണ്ടാവും, അതുപോലെ ചിലപ്പോൾ ഹിസ്റ്ററി പഠനം തുടങ്ങാത്തവരൊക്കെ ഉണ്ടാവും. അപ്പം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ്, നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്ക്, നാളത്തെ എക്സാമിൽ ഷുവറായിട്ട് വരുന്ന ചില ടോപ്പിക്സുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. പഠിച്ചു കഴിഞ്ഞവർക്കാണെങ്കിൽ ഏത് ടോപ്പിക്കാണ് നമ്മൾ ഇനി റിവൈസ് ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. അപ്പം ഈ ടോപ്പിക്കുകളൊക്കെ പക്കാ ഷുവറാക്കി പഠിച്ചോട്ട് പോവുക. അറ്റ്ലീസ്റ്റ് 2 വട്ടമെങ്കിലും വായിച്ച് റിവൈസ് ചെയ്തിട്ട് പോകണം. അപ്പം വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ് മിസ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ചാപ്റ്റർ 1 റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് എന്നതിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ടും 2 ടോപ്പിക്സാണ് പഠിക്കേണ്ടത്. അമേരിക്കൻ റവല്യൂഷനും ഫ്രഞ്ച് റവല്യൂഷനും. മക്കളെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണത്. നമ്മുടെ എസ് എ ഭാഗത്തായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അമേരിക്കൻ റവല്യൂഷനും ഫ്രഞ്ച് റവല്യൂഷനും മക്കളെ ഒരിക്കലും വിടാതെ തറുവാക്കി പഠിച്ചു പോവുക. ഓക്കെ, രണ്ടാമത് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് റഷ്യൻ റവല്യൂഷനും ചൈനീസ് റവല്യൂഷനും. മറ്റ് 2 റവല്യൂഷൻ നമ്മൾ എസ് എ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പം അതിനുശേഷം അത് പഠിച്ച് തറവാക്കിയതിന് ശേഷം നമ്മൾ പഠിക്കേണ്ട 2 ഭാഗങ്ങളാണ് റഷ്യൻ റവല്യൂഷനും ചൈനീസ് റവല്യൂഷനും. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടേണ്ട ഒരു ഭാഗമാണ് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ. അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് പഠിച്ചിട്ട് തീരുന്നില്ലെങ്കിലും ജസ്റ്റ് ആ ഭാഗം നിന്ന് ഒഴിവാക്കിയിട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഏതെണ്ണം തറവാക്കി പഠിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒരിക്കലും വിടാതെ തന്നെ പഠിച്ചിട്ട് പോവാം. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ വേൾഡ് ഇൻ ദ സെക്കൻഡ് സെഞ്ച്വറി. വേൾഡ് ഇൻ ദ സെക്കൻഡ് സെഞ്ച്വറി എന്ന ചാപ്റ്ററിൽ നിന്ന് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പട്ടികയിൽ നമ്മൾ പെടുത്തേണ്ട ഒരു ക്വസ്റ്റ്യനാണ് സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാർ മക്കളെ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവുക. എസ് എ ആയിട്ട് ഷുവറായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതുപോലെ ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ചിട്ടും ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് USSRനെ കുറിച്ചിട്ടും ഈ 3 ടോപ്പിക്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പട്ടികയിലുള്ളത് കൊണ്ടായത് തന്നെ നിർബന്ധമായിട്ടും കംപ്ലീറ്റ് പക്കയായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. സെക്കൻഡ് വേൾഡ് വാർ ഷുവറാണ്, എസ് എ ആയിട്ട് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട 3 ടോപ്പിക്കാണ് കോൾഡ് വാർ, നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്, അതുപോലെ എക്കണോമിക് റിഫോംസ്. കോൾഡ് വാർ, നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്സ് ആൻഡ് എക്കണോമിക് റിഫോംസ്. ഇതിനും നമ്മൾ പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കാൻ നോക്കാം. ഓക്കെ, പിന്നെ ചാപ്റ്റർ 3 പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളുടെ ഡെഫിനിഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഡെഫിനിഷൻ പഠിക്കുക. അതുപോലെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സും ഇന്ത്യൻ സിവിൽ സർവീസസിനെ കുറിച്ചിട്ടും ഓംബുഡ്സ്മാനെ കുറിച്ചിട്ടും ഈ 4 ടോപ്പിക്കുകളും മക്കളെ നല്ല തറവാക്കി പഠിച്ചു വെക്കുക. പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് നമ്മൾ വെരി ഷുവറായിട്ട് പക്ക ഷുവറായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള 4 ക്വസ്റ്റ്യൻസ് ആണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഡെഫിനിഷൻസും ഒബ്ജക്റ്റീവ്സും ഇന്ത്യൻ സിവിൽ സർവീസും ഓംബുഡ്സ്മാനെയും കുറിച്ചിട്ട്. അപ്പോൾ ഒരിക്കലും ഈ ഭാഗങ്ങൾ പഠിക്കാതെ നാളത്തെ എക്സാമിന് പോവാതിരിക്കുക. ഓക്കെ, ഷുവറാണല്ലോ. ഇനി നമ്മൾ ഒരു ചാപ്റ്റർ കൂടിയുണ്ട് നമുക്ക് അല്ലേ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ചാപ്റ്റർ കൂടിയുണ്ട്. അതിന് മുമ്പ് നമ്മൾ ഈ ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് പ്രിവെൻറ്റീവ് മെക്കാനിസം ഫോർ ഡിഫെൻഡിങ് കറപ്ഷനും ഈ ഗവർണൻസും. അതും കൂടി ഒന്ന് തറവാക്കി പോവാട്ടോ. ഇനി നമ്മുടെ 4ാമത്തെ ചാപ്റ്ററാണ് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ. ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷനിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ആകെ 2 ടോപ്പിക്സേ ഉള്ളൂ. ഒന്ന് പെർമനൻറ്റ് ലാൻഡ് സെറ്റിൽമെൻറ്റും ഇൻഡിഗോ റിവോൾട്ടും. ഈ 2 ടോപ്പിക്കുകൾ പഠിച്ച മക്കളെ ഈ ചാപ്റ്ററും നമുക്ക് പക്കായിട്ട് കിട്ടും. വെരി ഇമ്പോർട്ടൻറ്റ് പട്ടികയുള്ളത് പെർമനൻറ്റ് ലാൻഡ് സെറ്റിൽമെൻറ്റും ഇൻഡിഗോ റിവോൾട്ടുമാണ്. അപ്പം ഇത്രയും പഠിച്ചാൽ തന്നെ നമുക്ക് എന്താകാം, ഒരു 90 എബോവ് ഹിസ്റ്ററിയിൽ വാങ്ങാൻ പറ്റും. അപ്പോൾ നാളത്തെ എക്സാമിൽ എല്ലാവർക്കും നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവാൻ സാധിക്കട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ടെൻഷനൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ എക്സാം ഹാളിൽ പോവുക, നല്ല രീതിയിൽ എക്സാം എഴുതുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടാൻ പ്രാർത്ഥിക്കുകയാണ്. സോ താങ്ക് യു ഫ്രം എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ.